നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധി പറഞ്ഞു. കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. ഇവർക്കെതിരെ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ഇവരുടെ ശിക്ഷാവിധി സംബന്ധിച്ചുള്ള വാദം ഡിസംബർ 12-ന് ആരംഭിക്കും. കേസിൽ ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ളവരെ കോടതി വെറുതെ വിട്ടത്. 7 മുതൽ 10 വരെയുള്ള പ്രതികളെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ വെറുതെ വിട്ടത് എന്ന് കൃത്യമായി പറയുന്നു. സംഭവം നടന്ന 8 വർഷത്തിനു ശേഷമാണ് വിചാരണ കോടതി കേസിൽ വിധി പറഞ്ഞത്. നടൻ ദിലീപ് ഉൾപ്പെടെ 10 പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരുന്നത്. വിധി പ്രസ്താവിക്കുന്ന ഇന്ന് എല്ലാ പ്രതികളോടും കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ദിലീപ് അടക്കമുള്ള പ്രതികളെല്ലാം കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സുനിൽ NS എന്ന പൾസർ സുനി, ബാർട്ടൻ ആന്റണി, പി മണികണ്ഠൻ, VP വിജീഷ്, സലീം H, വടിവാൾ സലീം, പ്രദീപ്, ചാർലി തോമസ്, P ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ്, സനിൽകുമാർ എന്ന മേസ്തിരി സനിൽ, ശരത് G നായർ എന്നിവരാണ് കേസിലെ 1 മുതലുള്ള 10 വരെയുള്ള പ്രതികൾ. നടി ആക്രമിച്ച കേസിൽ വിധി നിരാശാജനകമാണെന്ന് KK രമ MLA പ്രതികരണമുണ്ടായിരുന്നു. സർക്കാർ ഇത് മേൽക്കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിജീവിത ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മൗനം പാലിച്ചിരിക്കുകയാണ്. നീതി ലഭിച്ചു എന്ന് എല്ലാവരും ആഘോഷിക്കുമ്പോഴും അതിജീവിതയുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അവൾക്കൊപ്പമാണ് എല്ലാവരും. അവൾക്ക് വേണ്ടിയാണ് എല്ലാവരും ഒരുമിച്ച് പോരാടിയതും. ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയെന്ന ഭരണകൂടം പ്രതികളെ സംരക്ഷിച്ചുവെന്നുമൊക്കെ KK രമ തന്നെ ആരോപിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതിജീവിത മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും തോന്നുന്നു. പണവും അധികാരവും ഉണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന് KK രമ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൾ ചരിത്രമാണെന്നും വിധി എതിരാണെങ്കിൽ തന്നെ പൊതുസമൂഹം അവൾക്കൊപ്പമാണെന്നും KK രമ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതവളുടെ വിജയമെന്നും KK രമ കൂട്ടിച്ചേർത്തു. നടിയെ ആക്രമിച്ച കേസിൽ തന്നെ 1ാം പ്രതി പൾസർ സുനി അടക്കം കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ 6 പ്രതികളെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോകും. നേരത്തെ പ്രതികളെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയായിരുന്നു സൂചനകൾ. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റം തന്നെ തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് 8ാം പ്രതി ദിലീപ് അടക്കം 4 പ്രതികളെ വെറുതെ വിട്ടിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റം തന്നെ തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ പ്രതികരണവുമായി നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു. B ഉണ്ണികൃഷ്ണനും ഇതിന് പ്രതികരണം നടത്തി രംഗത്തെത്തി. ദിലീപിന്റെ സസ്പെൻഷൻ പുനഃപരിശോധിക്കുമെന്നാണ് B ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ദിലീപിന്റെ അംഗത്വത്തിന് തുടർ നടപടി ചർച്ച ചെയ്യുമെന്നും ഡയറക്ടേഴ്സ് യൂണിയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ B ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ തന്നെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 8ാം പ്രതി ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ പ്രതികരിച്ച് നടി പാർവതി തിരുവോത്തും എത്തിയത്. എന്ത് നീതി! നമ്മളിപ്പോൾ കാണുന്നത് ശ്രദ്ധയോടെ തയ്യാറാക്കിയ തിരക്കഥയുടെ ക്രൂരമായ അനാവരണം എന്നായിരുന്നു പാർവതിയുടെ പ്രതികരണം. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ, ഇതാണ് പറയാനുള്ളത്. കോടതിയെ ബഹുമാനിക്കുന്നു എന്നായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുന്നില്ലെന്നും ചൂണ്ടിക്കാണിച്ച് 8ാം പ്രതി ദിലീപിനെ അടക്കം വിചാരണ കോടതിയെ വെറുതെ വിട്ടതിന് പിന്നാലെയുള്ള താരസംഘടനയായ അമ്മയുടെ പ്രതികരണം.